നമസ്കാരം. കരുണ്യ ഫിനാൻസ് മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കേരളത്തിൽ വീണ്ടും വൈദ്യുതി നിയന്ത്രണം അഥവാ പവർ കട്ട് എന്തുകൊണ്ടാണ് വരുന്നത്, നിലവിലെ സാഹചര്യം എന്താണ്, കെ.എസ്.ഇ.ബി ഇതിനെക്കുറിച്ച് എന്താണ് അറിയിച്ചിരിക്കുന്നത്, ഇനി എന്തൊക്കെ സംഭവിക്കാം എന്നതിനെക്കുറിച്ചാണ്. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും വൈകുന്നേര സമയങ്ങളിൽ വൈദ്യുതി നിയന്ത്രണം ഉണ്ടാകുമെന്ന വാർത്തകൾ വന്നിരുന്നു. ഇതോടെ പലർക്കും ഒരു സംശയം ഉയർന്നു. എന്തുകൊണ്ടാണ് ഇപ്പോൾ വീണ്ടും പവർ കട്ടിന്റെ സാഹചര്യം ഉണ്ടായത്? ഇത് സംസ്ഥാനമൊട്ടാകെയുള്ള ദീർഘനേരത്തെ ലോഡ് ഷെഡിംഗ് ആണോ? അതോ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രമുള്ള താൽക്കാലിക നിയന്ത്രണമാണോ? കെ.എസ്.ഇ.ബി നൽകിയിരിക്കുന്ന വിശദീകരണമനുസരിച്ച് നിലവിൽ കേരളത്തിലെ വൈദ്യുതി ആവശ്യകത വളരെ ഉയർന്ന നിലയിലാണ്. പ്രത്യേകിച്ച് വൈകുന്നേരം 6 മണി മുതൽ രാത്രി 10 മണി വരെയുള്ള സമയത്താണ് ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉപയോഗം രേഖപ്പെടുത്തുന്നത്. വീടുകളിലെ എയർ കണ്ടീഷണറുകൾ, ഫാനുകൾ, ഫ്രിഡ്ജുകൾ, വാണിജ്യ സ്ഥാപനങ്ങൾ, വ്യവസായങ്ങൾ എന്നിവ ഒരേസമയം കൂടുതൽ വൈദ്യുതി ഉപയോഗിക്കുന്നതാണ് പ്രധാന കാരണം. കേരളം ആവശ്യമായ മുഴുവൻ വൈദ്യുതിയും സ്വയം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമല്ല. ജലവൈദ്യുത പദ്ധതികളിൽ നിന്നുള്ള ഉൽപ്പാദനത്തിനൊപ്പം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്ര സ്ഥാപനങ്ങളിൽ നിന്നും പവർ എക്സ്ചേഞ്ചിൽ നിന്നും വൈദ്യുതി വാങ്ങിയാണ് സംസ്ഥാനത്തിന്റെ ആവശ്യകത നിറവേറ്റുന്നത്. ഈ വർഷം ചില പ്രദേശങ്ങളിൽ മഴ കുറവായതിനാൽ ജലാശയങ്ങളിലേക്കുള്ള വെള്ളത്തിന്റെ ഒഴുക്ക് പ്രതീക്ഷിച്ചതിലും കുറവായി. അതിന്റെ ഫലമായി ജലവൈദ്യുത ഉൽപ്പാദനവും ബാധിക്കപ്പെട്ടു. അതേസമയം വൈദ്യുതി ഉപയോഗം തുടർച്ചയായി ഉയർന്നതോടെ ആവശ്യവും ലഭ്യതയും തമ്മിൽ വ്യത്യാസമുണ്ടാകുന്ന സാഹചര്യം രൂപപ്പെട്ടു. ഇത്തരമൊരു സാഹചര്യത്തിൽ ആവശ്യമായ വൈദ്യുതി പുറത്തുനിന്ന് വാങ്ങാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും എല്ലാ സമയത്തും ആവശ്യത്തിന് വൈദ്യുതി ലഭിക്കണമെന്നില്ല. ചില സമയങ്ങളിൽ വിലയും വർദ്ധിക്കാം. അതിനാൽ വൈദ്യുതി സംവിധാനത്തിന്റെ സ്ഥിരത നിലനിർത്താൻ ആവശ്യമായാൽ വൈകുന്നേരത്തെ പീക്ക് സമയങ്ങളിൽ ചില പ്രദേശങ്ങളിൽ ഹ്രസ്വകാല വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തേണ്ട സാഹചര്യം ഉണ്ടാകുമെന്ന് കെ.എസ്.ഇ.ബി അറിയിച്ചിട്ടുണ്ട്. ഇത് സംസ്ഥാനമൊട്ടാകെ മണിക്കൂറുകളോളം നീളുന്ന സ്ഥിരം ലോഡ് ഷെഡിംഗ് എന്നാണ് അർത്ഥമാക്കേണ്ടതല്ല. ആവശ്യമായ സാഹചര്യങ്ങളിൽ മാത്രം പ്രദേശാടിസ്ഥാനത്തിൽ കുറച്ചു സമയത്തേക്ക് നിയന്ത്രണം ഏർപ്പെടുത്താനാണ് സാധ്യത. ജനങ്ങൾക്കും ഈ സമയത്ത് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ആവശ്യത്തിലില്ലാത്ത ലൈറ്റുകളും ഫാനുകളും ഓഫ് ചെയ്യുക. എയർ കണ്ടീഷണറിന്റെ താപനില യുക്തിസഹമായി ക്രമീകരിക്കുക. കൂടുതൽ വൈദ്യുതി ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ കഴിയുന്നത്ര പീക്ക് സമയത്തിന് പുറത്തായി ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഇതിലൂടെ വൈദ്യുതി ഉപയോഗം കുറക്കാനും വൈദ്യുതി സംവിധാനത്തിന്റെ സമ്മർദ്ദം കുറക്കാനും സഹായിക്കും. നിങ്ങളുടെ പ്രദേശത്ത് അറ്റകുറ്റപ്പണികൾ കാരണം വൈദ്യുതി മുടങ്ങുന്നുണ്ടോ അല്ലെങ്കിൽ സംസ്ഥാനതലത്തിലുള്ള നിയന്ത്രണമാണോ എന്ന് അറിയാൻ കെ.എസ്.ഇ.ബിയുടെ ഔദ്യോഗിക ഔട്ടേജ് വിവരങ്ങൾ പരിശോധിക്കാം. നിങ്ങളുടെ സെക്ഷൻ ഓഫീസുമായി ബന്ധപ്പെടുകയും ചെയ്യാം. അടുത്ത ദിവസങ്ങളിൽ മഴ ശക്തമായി ലഭിക്കുകയും ജലവൈദ്യുത ഉൽപ്പാദനം മെച്ചപ്പെടുകയും ആവശ്യത്തിന് വൈദ്യുതി ലഭിക്കുകയും ചെയ്താൽ നിലവിലെ സാഹചര്യം സാധാരണ നിലയിലാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം സാഹചര്യങ്ങൾ മാറുന്നതിനനുസരിച്ച് കെ.എസ്.ഇ.ബി പുതിയ അറിയിപ്പുകൾ നൽകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്ന സ്ഥിരീകരിക്കാത്ത വാർത്തകൾ വിശ്വസിക്കുന്നതിന് മുമ്പ് കെ.എസ്.ഇ.ബിയുടെ ഔദ്യോഗിക അറിയിപ്പുകൾ പരിശോധിക്കുന്നത് നല്ലതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക, കരുണ്യ ഫിനാൻസ് മീഡിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കേരളത്തിലെ സർക്കാർ അറിയിപ്പുകൾ, നിയമവിവരങ്ങൾ, ധനകാര്യ വാർത്തകൾ എന്നിവ കൃത്യമായി അറിയാൻ ഞങ്ങളുടെ ചാനലിനൊപ്പം തുടരുക. നന്ദി.